എന്തെങ്കിലും ക്രെഡിറ്റ് വന്നാൽ അത് ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയുന്നത് അത് ശരിയായ അത് ശരിയായ നിലപാടല്ല. അത് പോട്ടെ. അടുത്ത കാര്യം അല്ല ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ ഒരു കോടതിക്ക് പോലും പിന്നെ ഉത്തരവിൽ പറയാത്തൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം കൊണ്ടുപോയതിന്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം ബോർഡിനാണ്. ബോർഡ് അത് കൃത്യമായി ആലോചിച്ചും അത് മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത്. വിടരുതെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ അത് തടസ്സമിട്ടത് തടഞ്ഞത് തിരുവാഭരണ കമ്മീഷണറാണ് വിജിലൻസിന്റെ. അല്ല ഞാൻ പറയുന്നത് അതൊക്കെ പിന്നെ കാര്യങ്ങൾ വരികയില്ലേ. ഒന്ന് ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും അത് അന്വേഷിക്കേണ്ടതേ. ഞാൻ പറയാം എന്താ നിങ്ങൾക്ക് എത്ര പ്രശ്നം എന്താ അത് ഇനിയും അന്വേഷിക്കട്ടെ. എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ SIT ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ ബോർഡിനും അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറയുന്നത് 2019 അന്നത്തെ തിരുവാഭരണ കമ്മീഷണർമാർക്ക് വലിയ വീഴ്ച പറ്റി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കാരണം 2024 മുതൽ ഈ ശ്രീ തിരുവാഭരണ കമ്മീഷണറായ സുനിലയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഉത്തരവുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. കാരണം ഈ 2024 മുതൽ ഇതുമായി ഈ ബോർഡ് ഈ തിരുവാഭരണവുമായി എടുത്തിട്ടുള്ള 4 ഓർഡറാണ്. ആ 4 നിങ്ങൾക്ക് തരാം. ആ 4 നിങ്ങൾക്ക് തരുമ്പോൾ ആ ക്ലാരിറ്റി വരും. അതായത് ഈ പുള്ളി വന്നതിന് ശേഷം ഈ പുള്ളി തടഞ്ഞതല്ല. അത് ആ 4 നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് 4 ബോർഡ് തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. അതല്ലാതെ ഇദ്ദേഹം വന്നിട്ട് മാത്രമാണ് സംഭവിച്ചത് എന്നുള്ളതല്ല. അദ്ദേഹം അത് കൃത്യമായി അത് മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കൃത്യമായി കമ്മീഷണർ അറിയിക്കുകയും ചെയ്തു. കമ്മീഷണർ ദേവസ്വം ബോർഡ് തന്നു. ദേവസ്വം ബോർഡ് തീരുമാനം. അല്ലാതെ ഒരു തിരുവാഭരണ കമ്മീഷണർക്ക് മാത്രമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. തിരുവാഭരണ കമ്മീഷണർ ഇതിന്റെ അധികാരിയാണെങ്കിലും തീരുമാനമെടുക്കുന്നത് ബോർഡല്ലേ. ആ തീരുമാനം ബോർഡ് കൃത്യമായി എഴുതിയിട്ടുണ്ട്. സുനില തിരുവാഭരണ കമ്മീഷണർ പിന്നെ ആയത് മുതലുള്ള 4 പിന്നെ ഉത്തരവുകളാണ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന്. ഈ 4 മാതൃഭൂമിക്ക് തന്നേക്കാം, എല്ലാവർക്കും തന്നേക്കാം. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയാം അത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞല്ലോ. ആ ഉത്തരവിൽ എന്തായാലും 2024 നവംബർ 21 ഒരു ഉത്തരവിലാണ് ഇത് സ്മാർട്ട് സ്റ്റേഷനിൽ കൊടുത്ത് അറ്റകുറ്റപ്പണി നടത്താനുള്ള ആദ്യം 4 ഞാൻ തന്നേക്കാം. ഞാൻ 4 തന്നേക്കാം. നിങ്ങൾ 4 ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾ 4 ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. 4 നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ഇത് മനസ്സിലാവുമല്ലോ. വാറണ്ടി എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല. പിന്നല്ലാതെ പിന്നെ പറയുന്നതിനൊക്കെ വല്ല മാന്യത വേണം. ഓക്കെ. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് 2019 ആവട്ടെ 2098 മുതലാവട്ടെ 98 മുതൽ ഇതുവരെയുള്ള ഞാൻ അന്നും ഇന്നും എന്റെ നിലപാട് സുവ്യക്തമാണ്. എന്റെ നിലപാടായാലും സർക്കാരിന്റെ നിലപാടായാലും സുവ്യക്തമാണ്. അപ്പോ 98 മുതൽ ഇതുവരെയുള്ള ഏത് 2025 ഏത് ബോർഡിന്റെ കാര്യവും ഏത് ഉദ്യോഗസ്ഥന്മാരും അന്വേഷിക്കട്ടെ. അതാണ് ഞങ്ങളുടെ നിലപാട്. അത് അന്വേഷിക്കാനാണല്ലോ ഇപ്പോ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചിരിക്കുന്നത്. അവരന്വേഷിക്കേണ്ടതേ. പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക പരിജ്ഞാനം ഇല്ല എന്ന് തിരുവാഭരണ കമ്മീഷണർ പറയുമ്പോൾ പിന്നെ എന്റെ പൊന്ന് പ്രശാന്ത്, നീ മനസ്സിലാക്കേണ്ടത് അത് അയാൾക്ക് തന്നെ തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് കൃത്യമായി അയാൾ ഇങ്ങോട്ടൊരു ഉത്തരവ് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ അതിൽ കിടന്ന് പഠിക്കുന്നത്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. അയാളെ കൊടുത്തുവിട്ടില്ലല്ലോ. അത് ഈ ബോർഡ് തീരുമാനിച്ചുകൊണ്ടല്ലേ. അല്ല ഒരു തിരുവാഭരണം അതിനൊന്നുമല്ല. ഒരു തിരുവാഭരണ കമ്മീഷണർ തീരുമാനിച്ചാൽ തടയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഈ തിരുവാഭരണം കമ്മീഷണർ റജിലാൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള കമ്മീഷണർ സുനിലയായിരുന്നു. ആ സുനിലയ്ക്ക് അയച്ച ഉൾപ്പെടെയുള്ള 4 തീരുമാനം നിങ്ങൾ അങ്ങോട്ട് തന്നേക്കാം. അത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയൂ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. 2024 കാലത്ത് ഒരുപാട് സ്പോൺസർ നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചില്ലല്ലോ. 2021 ഒരു ചാനൽ ഇത് പ്രഖ്യാപിക്കുന്നതാണല്ലോ നിങ്ങളെല്ലാം കൂടെ കൊണ്ടുപിടിച്ച് ഇറങ്ങുന്നത്. അതിനുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ ബോർഡുമായി ബന്ധപ്പെട്ട് എത്രയോ അവതാരങ്ങൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി. പക്ഷെ ഞങ്ങൾക്ക് ഈ ഇത്തരം ചില ചൂഷണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങളുടെ സ്പോൺസർ കോർഡിനേറ്റർ മാറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റർമാരില്ല. അതിപ്പോഴൊന്നും അല്ലല്ലോ. അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടും അല്ലല്ലോ. 8 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ PROയിൽ തന്നെ വേറെ ഒരാളും ശബരിമലയിലെ പേരിൽ പല പണപ്പിരിവുകളും പല പിന്നെ ചൂഷണവും നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളുടെ PROയെ തന്നെ പിന്നെ സ്പോൺസർ കോർഡിനേറ്ററാക്കി മാറ്റിയത്. അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് സ്വയം ചില ഇൻഫർമേഷൻസ് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് വന്നാൽ അതെല്ലാം ചില ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അയ്യോ ബോർഡ് സംശയത്തിനില്ല അതെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത്
ഈ ബോർഡ് വരെയുള്ളത് നിങ്ങൾ പുതിയ ഒരു ടീം വന്നിരിക്കുകയല്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമല്ലേ, ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമല്ലേ ആ ടീം വരട്ടെന്ന് അന്വേഷിക്കേണ്ടതേ. അതിനെന്താ കുഴപ്പം? ഈ ഉദ്യോഗസ്ഥന്റെ മൊഴി കൊടുക്കട്ടെ, എന്താ തർക്കം? ഈ കാലാകാലങ്ങളായിട്ട് അവിടെ നിന്ന് ഈ പഴയ സാധനങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ തിരിച്ചു കൊണ്ടുവന്നതെല്ലാം അതിൽ തന്നെയാണോ സ്വർണം പൂശിക്കൊണ്ടുവന്നതെന്ന് അറിയേണ്ടതുണ്ട്. അതായത് കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ബോർഡ് ആവശ്യപ്പെടുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഒരുപാട് ഈ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ടും തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം അന്വേഷിക്കേണ്ടതാണ്, അതിന്റെ കാലപ്പഴക്കം പിന്നെ നിർണ്ണയിക്കേണ്ടതാണ്. ഈ കാലപ്പഴക്കമൊക്കെ അല്ലെങ്കിൽ ഈ ഒരു പുരാവസ്തു വാല്യൂ ഒക്കെ നിശ്ചയിക്കുന്നതിൽ എല്ലാവർക്കും പറ്റില്ല. അത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല വിദഗ്ധമായ ഏജൻസി വേണം. ഈ അന്വേഷണമൊക്കെ ഒന്ന് കഴിയട്ടെ. കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണോ തീരുമാനമെടുക്കേണ്ടത് അതൊക്കെ തീരുമാനിക്കപ്പെടണം. ഒരു കാര്യം പറയുന്നു, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകൾക്കും, എല്ലാ സംശയങ്ങൾക്കും, എല്ലാ ദുരൂഹതകൾക്കും ഒരു അവസാനം വേണം എന്നുള്ളതാണ് ഈ ബോർഡിന്റെ നിലപാട്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ മണ്ഡലകാലം കഴിയുന്നതിന് വിജയം വലിയ സ്വർണം പൊതിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവ്, അതിനുശേഷം 2019 സ്വർണം പൂശിയതിനു ശേഷം ഉള്ള അളവ് അതിലും എത്രയോ താഴെയാണ്. അതിനും കുറഞ്ഞിരിക്കുകയാണ് ഇത്തവണ പൂശി വന്നപ്പോൾ. അപ്പം അത് അവിടെ ഒരു നോട്ടം പക്ഷേ അതെനിക്ക് മനസ്സിലാവുന്നില്ല. 2000 ഇവിടെ ആരാ കുറഞ്ഞെന്ന് പറഞ്ഞത്? ഇപ്പൊ കൊണ്ടുവന്നു എന്താ പറയുന്നത്? അതിലൊക്കെ എനിക്ക് തോന്നുന്നില്ല റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് ഇപ്പോ അവിടെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ പിന്നെ 38 കിലോ സംതിങ് ഗ്രാം, പിന്നെ സ്വർണത്തിന്റെ അളവ് 394 ഗ്രാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 പാളികളിലായിട്ടായിരുന്നു 38 കിലോ. 14 പാളികൾ കൊണ്ടുപോകേണ്ടി വന്നില്ല, 12 പാളികളാണ് കൊണ്ടുപോയത്. 12 പാളികളിൽ ഉണ്ടായിരുന്ന ആകെ തൂക്കം എന്ന് പറയുന്നത് 22 കിലോ സംതിങ് ആണ്. അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ അംശം എന്ന് പറയുന്നത് 281 ഗ്രാമാണ്. തിരിച്ചത് അവിടെ കൊണ്ടുപോയി തൂക്കനഷ്ടമൊക്കെ കൂടി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 14 പാളികളിലുമായി ഇപ്പോ പിന്നെ 38 കിലോയും 407 ഗ്രാം, അതിൽ ചെറിയ അങ്ങോട്ടും ഇവിടെ ചെറിയ ഡിഫറൻസ് വരുമായിരിക്കും. 407 ഗ്രാം സ്വർണ്ണമുണ്ട്, കൂടുതലാണ് വന്നിരിക്കുന്നത്. പിന്നെ അപ്പൊ ഞാൻ പറയുന്നത്, ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുമില്ല. ആ ക്ലാരിറ്റി കുറവ് ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുതിയ അന്വേഷണ സമിതി ഏജൻസി പരിശോധിക്കട്ടെ. സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഇപ്പോൾ അതിന് കൂലി കൊടുത്തത് അയ്യപ്പന്റെ ഈ സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് കൂലി കൊടുത്തതായി കാണുന്നത്. അയ്യപ്പന്റെ സ്വർണ്ണം തന്നെയാണ് ഇതിനെ പോറ്റി പൂശിയിട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഇതെല്ലാം പിടിച്ചെടുക്കണ്ടേ? ഉറപ്പായിട്ടും പിടിച്ചെടുക്കണം. എന്താ സംശയം? പിടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കൃത്യമായി ഇതിനെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് സർക്കാരിനോടല്ലല്ലോ ആവശ്യപ്പെട്ടത്, ഞങ്ങൾ കോടതിയോടല്ല ആവശ്യപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്. ദേവസ്വം മന്ത്രിയായാലും ബോർഡായാലും സമഗ്രമായ അന്വേഷണം വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതിയോട് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടുപോകുവാൻ ഈ സർക്കാരോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോ പിന്നെ ദേവസ്വം ബോർഡോ കൂട്ടുനിന്നിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടത്. അതിന് ഇടകൊടുക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. പ്രശാന്തിന്റെ സംശയത്തിന് ഞാൻ 4 ഉത്തരവും ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം. അതൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ മറുപടി പറയും. ഇത് ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. ഇതിപ്പോ ഉദ്യോഗസ്ഥരുടെ മാത്രം ക്രെഡിറ്റ് അല്ല, ബോർഡിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ 2019 ഈ ബോർഡ് നേതൃത്വത്തിൽ അതൊക്കെ അന്വേഷിക്കട്ടെ.